ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ മോളിവുഡ് ടൈംസ്. പടത്തിന് പോകാനുള്ള കാരണം തന്നെ പടത്തിന്റെ ഡയറക്ടറിന്റെ പേരാണ് അഭിനവ് സുന്ദർ നായക് അല്ലേ? അതെ, ഫസ്റ്റ് പടം, ആളുടെ ഫസ്റ്റ് പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. എനിക്ക് അത്രക്ക് ഇഷ്ടമായ ഒരു പടമാണ്. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ള പടമാണ് അത്. മലയാള സിനിമയുടെ എല്ലാ സ്റ്റീരിയോടിപ്പിക്കൽ ക്ലീഷേഴ്സും ബ്രേക്ക് ചെയ്തൊരു പടമാണ്. ഐക്കോണിക് മൂവിയാണ്. ഇനി നമുക്ക് നേരെ മോളിവുഡ് ടൈംസിലേക്ക് വരാം. പടത്തിന്റെ പറ്റി പറയാനാണെങ്കിൽ പടത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത് രാമു സുനിൽ എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മുടെ അഭിനവ് സുന്ദർ നായക് തന്നെയാണ് ഇതിന്റെ എഡിറ്റിംഗിൽ ഇരുന്നിട്ടുള്ളത്. പടത്തിന്റെ DOP ചെയ്തിട്ടുള്ളത് വിശ്വജിത്ത് ഒടുക്കത്തിൽ. അതുപോലെ മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, മേക്കപ്പ് റോണക് സേവിയർ. മൊത്തത്തിലുള്ള ടെക്നിക്കൽ പരിപാടിയൊക്കെ ഓക്കെ ഫീൽ. അങ്ങനെ ഭയങ്കര അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലും തോന്നിയിട്ടില്ലെങ്കിലും ഒരു ഓക്കെ പരിപാടി. ഇനി പടത്തിന്റെ കഥയിലേക്ക് വരുന്നതാണെങ്കിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ അടിച്ച അതേ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് എടുത്തിട്ട് ഇവിടെ അടിച്ചിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്ത് വരികയാണ് അതേ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി. അതായത് നമ്മൾ ഓപ്പോണന്റായി നിൽക്കുന്ന ആളുടെ മൈൻഡിലുള്ള ഇതെന്നാന്ന് പോലും നമ്മുടെ പെർസ്പെക്റ്റീവിൽ നറേറ്റ് ചെയ്യുക. അത് അവിടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു പരിപാടിയായിരുന്നു. അന്ന് അത് ഫ്രഷ് ആയിരുന്നു. ബട്ട് ഇതിലോട്ട് വന്നപ്പോൾ അതൊരു പരിധി വരെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് നസലിന്റെ നറേഷൻ. ഒരു എന്തോ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ഇത് നസലിൻ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുന്ന രീതിയിൽ പുള്ളിയുടെ സ്ലാങ്ങിന്റെയോ പുള്ളിയുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു പടത്തിൽ. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ആയാലും കോ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, നസലിന്റെ കൂടെ നടക്കുന്ന നമ്മുടെ നസലിന്റെ കൂടെ തന്നെയുള്ള ആളുടെ പെർഫോമൻസ്, റോഷൻ ഷാനവാസിന്റെ പെർഫോമൻസ്, ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഓക്കെ. പക്ഷെ ഇതെന്താ, ഒരു പടം ഫസ്റ്റ് ഹാഫ് വരെ ഒരു പരിധി വരെ ഓക്കെ, സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് വരെ ഓക്കെ, അതിന് ശേഷം പടം വലിയാൻ തുടങ്ങി. വലിച്ച് നീട്ടി കഥ സ്ക്രീൻ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഇവര് തമ്മിൽ എന്തൊക്കെയോ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഇത് ഇവരെ യൂണിവേഴ്സിൽ നടക്കുന്ന എന്തോ ഒരു കാര്യം പോലെ, ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ചില സീനുകൾ ഫീൽ ചെയ്തത്. ക്ലൈമാക്സിലേക്ക് നല്ല ഉരുട്ടി എഴഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ക്ലൈമാക്സ് ഒന്ന് വീണ്ടും അപ്പായി വെച്ചാൽ അവിടെ ഒന്ന് ക്ലീഷേ ബ്രേക്ക് ചെയ്തു. ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവിൽ പടം അടിപൊളിയാണ്. ഇനി അതായത് പടം ഇഷ്ടപ്പെടുത്തുക ഒരാളെ എന്നില്ല, ക്ലീഷ കൂടി ഡയറക്ടർ ബ്രേക്ക് ചെയ്തതാണോ ബ്രില്യൻസ് ആണോ ഉള്ളത് നമുക്കറിയില്ല. എന്താ ഒരു ഓവറോൾ അഭിപ്രായം? ആവറേജ്. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ തന്നെ പടം കാണുക. നിങ്ങൾ അഥവാ കണ്ടവർ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.